ചൈന ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ചൈനയ്ക്ക് ഇപ്പം ശക്തിയുണ്ട്. ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യയെ തകർക്കേണ്ട ഒരാവശ്യമില്ല. ചൈന തന്നെ സൂപ്പർ പവർ. അമേരിക്കയാണ് അവരുടെ മത്സര രംഗത്തുള്ളത്. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ അവർ നോക്കുന്നത്. എന്ന് വിചാരിച്ച് പാകിസ്ഥാനുമായിട്ട് ആൾവെതർ ഫ്രണ്ടാണ്, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. തന്ത്രപരമായിട്ട് അവർക്ക് ഒരു ഐക്യം ആവശ്യമുണ്ട്. കാരണം സോവിയറ്റ് യൂണിയനുമായിട്ട് അവർ പിണങ്ങി നിന്ന നാളുകളിൽ അവർക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചൈനയ്ക്ക് അങ്ങനെ വർഗീയതയൊന്നുമില്ല. വർഗീയത എന്നല്ല, അവിടെ പിന്നെ അവർക്കെതിരെ തിരിഞ്ഞ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞ മുസ്ലിങ്ങളെ അടിച്ചൊതുക്കി ജിയാവും ജില്ലി വാഗൻ ട്രാജഡി പോലെ ആക്കി തീർത്ത അതിൻ്റെ ഭീകരതയും തീവ്രതയും എല്ലാം ഇല്ലാതാക്കി. ലോകത്തെ ഒരു രാജ്യം പോലും ചോദ്യം ചെയ്തുമില്ല. ഒരു ഭീകരാക്രമണം പോലും അവിടെ നടന്നതുമില്ല അതിൻ്റെ പേരിൽ. കാശ്മീരിലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ അതിൻ്റെ കോടതിയിലൂടെ ഒക്കെ വിചാരണ ചെയ്ത ആളുകളെ ജയിലിലാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാർലമെൻറ്റ് വരെ ആക്രമിക്കുന്നു, ചെങ്കോട്ടയെ ആക്രമിക്കുന്നു, ആളുകളെ ചുമ്മാ തുരുതുര വെടിവെച്ച് കൊല്ലുന്നു. ചൈനയുടെ നേർക്ക് ചുണയുണ്ടോ ഇവന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ? ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നൈജീരിയയിൽ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുക. കാര്യം എന്താ? ബോക്കോ ഹരം ഭീകരവാദികൾ 300 സ്കൂൾ കുട്ടികളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുക. നൈജീരിയൻ പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്, വിദേശയാത്ര ക്യാൻസൽ ചെയ്തിട്ട്. അതുപോലെ ഗുരുതര സ്ഥിതിവിശേഷമാണ്. ഒരു മുസ്ലിം രാജ്യമാണത് നൈജീരിയ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമുണ്ട്. ന്യൂനപക്ഷങ്ങളെ അവർ സംരക്ഷിക്കുന്നത് പള്ളികളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ പോയി വെടിവെച്ച് തകർത്തും പള്ളികൾ തകർത്തും കൊണ്ടാണ്.